ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ഫുട്ബോൾ ലോകത്ത് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന താരം നെയ്മർ തന്നെയാണ്. വേൾഡ് കപ്പിൽ അദ്ദേഹം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചർച്ച. നെയ്മറുടെ ടാലൻറ്റിൻ്റെ കാര്യത്തിൽ ആർക്കും സംശയങ്ങൾ ഒന്നുമില്ല. പക്ഷേ ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് പ്രശ്നം. നെയ്മറുടെ ടാലൻറ്റിനോട് അദ്ദേഹത്തിന് നീതി പുലർത്താൻ കഴിഞ്ഞുവോ എന്നുള്ളത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായിക്കൊണ്ട് അവശേഷിക്കുകയാണ്. ഇതേക്കുറിച്ച് തന്നെയാണ് കഫ് പുതിയതായിക്കൊണ്ട് സംസാരിച്ചിട്ടുള്ളത്. അതായത് ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരെക്കാൾ കൂടുതൽ ടാലൻറ്റ് നെയ്മർക്കുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അച്ചടക്കമില്ലാതെ പോയി, അതുകൊണ്ടാണ് സക്സസ് ആവാതെ പോയത് എന്നാണ് ഇപ്പോൾ കഫു പറഞ്ഞിട്ടുള്ളത്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഇക്കാര്യത്തിൽ മാതൃകയാക്കണം എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കഫുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വളരെയധികം പ്രതിഭയുള്ള ഒരു താരമാണ് നെയ്മർ. എൻ്റെ അഭിപ്രായത്തിൽ മെസ്സി, ക്രിസ്ത്യാനോ എന്നിവരെക്കാൾ ടാലൻറ്റ് നെയ്മർ ജൂനിയർക്കുണ്ട്. പക്ഷേ ടാലൻറ്റ് മാത്രം ഉണ്ടായത് കൊണ്ട് നിങ്ങൾക്ക് സക്സസ് ആവാൻ കഴിയില്ല. അത് ക്രിസ്ത്യാനോ റൊണാൾഡോ തെളിയിച്ചതാണ്, ഞാനും തെളിയിച്ചതാണ്. അച്ചടക്കമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക. എനിക്ക് വലിയ ഒരു ടാലൻറ്റ് ഒന്നുമില്ലായിരുന്നു, പക്ഷെ ഞാൻ നല്ല അച്ചടക്കവും ഫോക്കസും ഉള്ള താരമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഫേമസ് ആവാൻ പറ്റിയത്. ക്രിസ്ത്യാനോ റൊണാൾഡോക്കുള്ള അച്ചടക്കം നെയ്മർ ജൂനിയർക്കുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എല്ലാ റെക്കോർഡുകളും നെയ്മർ തന്നെ തകർത്തേനെ. ഇതാണ് കഫ് പറഞ്ഞിട്ടുള്ളത്. അതായത് നെയ്മർക്ക് ലഭിച്ച ടാലൻറ്റിനോട് നീതി പുലർത്താൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോയി. ഡിസിപ്ലിനും ഫോക്കസും നെയ്മർക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നാണ് കഫു പറഞ്ഞിട്ടുള്ളത്. നെയ്മറെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ ഉടനീളം പരിക്കുകളാണ് വില്ലനായിട്ടുള്ളത്. മാത്രമല്ല അനാവശ്യമായ ഒരുപാട് വിമർശനങ്ങളും വിവാദങ്ങളും നെയ്മർ ജൂനിയറുടെ കരിയറിൽ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ഈ വേൾഡ് കപ്പിൽ നെയ്മർ ജൂനിയർ ഇല്ലെങ്കിൽ പിന്നീട് ബ്രസീലിയൻ ദേശീയ ടീമിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് അതൊരൽപ്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.